ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഫാസിൽ അല്ലെ, ലൂസിഫർ സിനിമയിൽ പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ച ഫാസിൽ. അപ്പൊ ഫാസിലിനെ പറ്റി പറയുകയാണെങ്കിൽ 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് മലയാള സിനിമയിലേക്ക് വന്നതാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സംവിധായകനായും പ്രൊഡ്യൂസറായും റൈറ്ററായും ആക്ടറായും നടനായും എല്ലാം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു ആള്. മികച്ച സംവിധായകരിൽ ഒരാൾ അല്ലെ, മലയാളത്തിൽ തന്നെ മികച്ച സിനിമകളിൽ ഒന്നായ മണിച്ചിത്രതാഴിന്റെ ഡയറക്ടറാണ്. അതെ. അപ്പൊ ഫാസിലിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് എന്താണുള്ളത്? ഫാസിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ ഫിലിം. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനെ, നമ്മളെല്ലാം ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്ന മഹാനടനെ ആദ്യമായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വില്ലൻ റോളിലോട്ട് ആ ഒരു ഓഡീഷനിൽ തന്നെ സിബി മലയാളിനെ പോലുള്ളവരെ ഒഴിവാക്കിയപ്പോഴും അദ്ദേഹം പറഞ്ഞ എന്റെ ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു വില്ലനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കഴിവ് തിരിച്ചറിഞ്ഞ് മലയാള സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു 2 ലെജൻഡിൽ ഒരാളെ സമ്മാനിച്ച ഒരു മഹാപ്രതിഭ, പ്രധാന പങ്കുവഹിച്ച ഫാസിൽ ക മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളോടെ ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് പുതുമുഖ നായകന്മാരെയും മലയാളത്തിന് സമ്മാനിച്ച ഒരു നല്ലൊരു ഡയറക്ടറാണ് നാദിയ മൈദു. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, അനിയത്തി പ്രാവിലുള്ള കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ സ്വന്തം മകനായ ഇന്നത്തെ നമ്മുടെ ഫഹദ് ഫാസിൽ. അതേപോലെ തന്നെ വിജയ്ക്ക് തമിഴ് ഏറ്റവും വലിയ ബ്രേക്ക് കൊടുത്തത് അനിയത്തി പ്രാവിന്റെ അതുപോലെ തന്നെ ഒരുപാട് നിരവധി സിനിമകൾ ലാലേട്ടൻ മമ്മൂട്ടി വെച്ച് നമ്മൾ സ്ക്രീനിൽ കൊണ്ടാടിയ ഒരു പടം ഇന്നും എല്ലാവരും കാണുന്ന ഹരികൃഷ്ണൻസ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡയറക്ഷനായിരുന്നു. മണിച്ചിത്രത്താഴ് നമ്മൾ ഓൾ ടൈം ക്ലാസിക്കലായിട്ട് ശോഭനേനെയൊക്കെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത നല്ലൊരു നാഷണൽ അവാർഡ് കിട്ടിയ നല്ലൊരു ഡയറക്ടർ, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, സ്ക്രീൻ റൈറ്ററാണ്, അങ്ങനെ എല്ലാം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം ലൂസിഫറിലും ലാലേട്ടനോടൊപ്പം നല്ലൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ലാലേട്ടൻ ഇപ്പോ ആ പടത്തിൽ അഭിനയിച്ചത് ശരിക്കും ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ കൺവിൻസ് ആണ്. കാരണം ഫാസിൽ എന്നുള്ളൊരു ക്യാരക്ടർ, ഫാസിൽ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും അനാഥകളെ സംരക്ഷിക്കുന്ന, അനാഥ മക്കളെ സംരക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫാസിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി പോലും വിശ്വസിക്കത്ത രീതിയിലാണ് സ്റ്റീഫൻ ആ സിനിമയിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റീഫന്റെ എല്ലാ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കൊള്ളരുതായ്മകളും നല്ല വശം അറിയുന്ന ഒരാളായിരിക്കും ഫാസിൽ. ഏറ്റവും എക്സ്പോസ് ആയി കിടന്നത് ഇപ്പൊ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാൾ കുമ്പസാരത്തിന് ഉൾപ്പെടെ പോകുന്ന എല്ലാ രീതിയിലും സ്റ്റീഫന്റെ അതുകൊണ്ടായിരിക്കും തിരിച്ചു വരില്ലെങ്കിൽ കുമ്പസരിച്ചിട്ട് കൂടെ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡയലോഗുകളിൽ നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ലീഡുകളും എല്ലാം ഉണ്ടാവും. ഫാസിൽ എന്നുള്ള സംവിധായകന്റെ തുടക്കം എന്ന് പറയുന്നത് പുള്ളി ആലപ്പുഴ ജില്ല ബേസ് ചെയ്തിട്ട് കോളേജുകളിൽ നാടകം എഴുതി സംവിധാനം ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോയിരുന്ന ഒരാളാണ്. അപ്പോൾ നെടുമുടി വേണുമായിട്ടുള്ള ഒരു ബന്ധമാണ് പുള്ളിക്ക് വഴിത്തിര വന്നത്. നെടുമുടി വേണു എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ആ ഒരു കംറാഡറി, ആ ഒരു നെടുമുടി വേണുവിന്റെയും ഫാസിലിന്റെയും കൂടെ അവര് സിനിമകൾ എടുത്തു തുടങ്ങി. ആ ഒരു ബന്ധം നവോദയ അപ്പച്ചനിലേക്ക്, നവോദയ സ്റ്റുഡിയോ ആണ് ഇപ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു ബന്ധമാണ് പിന്നീട് വളർന്ന് നല്ല രീതിയിൽ ഇത്രയും വലിയ സംവിധായകനും ഫാസിലിനെ സഹായിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു മലയാളത്തിൽ തന്നെ ഏറ്റവും അധികം ഇൻഡസ്ട്രി ഹിറ്റുകൾ സമ്മാനിച്ച ഒരാളും കൂടിയാണെന്ന് തോന്നുന്നു ഫാസിൽ. ഇപ്പോൾ എന്റെ മാമാട്ടിക്കുട്ടി നമുക്ക് എന്ന് പറയുന്ന ഒരു നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള, നമുക്കൊരു മസാല പടമല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഡ്രാമ പടം വെച്ച് പുള്ളിക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ, ഒരു ന്യൂ കമറായ കുഞ്ചാക്കോവനെ വെച്ചിട്ട് അനിയത്തി പ്രാവ് പോലുള്ള സിനിമ സംവിധാനം ചെയ്ത് ന്യൂ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ പുള്ളിന്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ രീതിയിലുള്ള സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കെത്താ ദൂരത്ത് കണ്ണു നട്ടുപോലുള്ള ഒരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്. ഹരികൃഷ്ണൻസ് പോലുള്ള ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സിനിമയും അങ്ങനെ ഒരു ആ രീതിയിലുള്ള ജോണറുള്ള സിനിമകളും പുള്ളി ചെയ്തിട്ടുണ്ട്. ഹൊറർ ചെയ്തിട്ടുണ്ട്, വിസ്മയത്തുമ്പത്തുള്ള ഒരു സിനിമ. അതേപോലെ പുള്ളി ഏറ്റവും ഒടുവിൽ ചെയ്ത് നിർത്തിയെന്ന് തോന്നുന്നു 2011 ഒരു സിനിമയാണ് പുള്ളി ചെയ്ത് നിർത്തിയത്. അതിനുശേഷം പുള്ളി തന്നെ മനസ്സിലായി എനിക്ക് ഒരു പറ്റിയ ഒരു അന്തരീക്ഷം അല്ല ഉള്ളത്. പിന്നെ പുള്ളി അത് പുതുതലമുറക്ക് വഴി മാറിക്കൊടുത്തു. പല സിനിമകളും പിന്നെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ രീതിയിൽ പുള്ളി അഭിനയത്തിലേക്ക് ഇറങ്ങി. പുള്ളി കാരണം മനസ്സിലാക്കി പുള്ളിക്ക് ഇനി ആ ഒരു സ്റ്റൈല് ആ ഒരു കൈവിട്ട് പോയ പോലെയാണ്. പല സംവിധായകരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഫാസിൽ ഒതുങ്ങി. ഇപ്പൊ പുള്ളി നല്ല രീതിയിൽ ഇപ്പൊ ആക്ടർ എന്ന നിലയിൽ ലൂസിഫറിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം പ്രധാന കഥാപാത്രം എന്നാണ് പറയാം. കാരണം ആ ഒരു മോഹൻലാൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ദിശ നിർണ്ണയിക്കുന്നത് ഈ പള്ളിയിലച്ഛനാന്ന് പറയും. കാരണം ചെറുപ്പം മുതലേ അറിയുന്ന ഒരാൾ. കാരണം നമുക്ക് ആ സിനിമയിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും, നമ്മളെ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച് ഒരു സ്റ്റീഫനെ വഴി നടത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളിപ്പോ എക്സസ് ആയിട്ട് നമ്മൾ സ്റ്റീഫൻ ഇപ്പോ ബ്ലാക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് നിർത്താൻ പറ്റൂല. കാരണം പുള്ളിക്ക് ഈ അച്ഛനായിട്ടുള്ള ബന്ധം, അച്ഛൻ നല്ല രീതിയിൽ ഇവനെ വളർത്തിയിട്ടുണ്ടാവും, അച്ഛൻ എല്ലാ രഹസ്യങ്ങളും അറിയാന്നുള്ള ഒരു നമുക്കൊരു കൺവിൻസ് ആയി പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് സ്റ്റീഫൻ എന്നുള്ള ഒരു ക്യാരക്ടർ, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടർ ഒരു എക്സസ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിൽ നിർത്താതെ ഒരു ഗ്രേ ഷെയ്ഡ് നിർത്തിക്കൊണ്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എമ്പുരാനില് അറിയാൻ പറ്റും
സ്റ്റീഫന്റെ കഥാപാത്രത്തിൽ എന്തോ ഇമ്പാക്ട് ഇമ്പാക്ട് പാച്ചിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സ്റ്റീഫന്റെ മാത്രമല്ല എനിക്ക് തോന്നുന്നു രാംദാസ് എന്ന് പറയുന്ന ആളുടെ PKR കാലഘട്ടം മുതലേ ഉള്ള ഒരു ബന്ധം. ഇതായിരിക്കും. കാരണം PKR ചെറുപ്പത്തിൽ ലാലനെ കൊണ്ടാക്കുന്നത് ഈ പറയുന്ന പാച്ചിക്കയുടെ ക്യാരക്ടറിന്റെ അടുത്താണ്. അദ്ദേഹം അതിനെ വിശ്വാസത്തിലെടുത്ത് എങ്ങനെയോ നല്ല രീതിയിൽ വഴി നടത്താം. ഒരു അടുത്ത നമുക്ക് PKR ചിലപ്പോൾ കരുതി കാണും ഒരു ഫ്യൂച്ചറിൽ എന്റെ പൊളിറ്റിക്സും എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വഴിവഴിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇത് എന്റെ ഒരു സ്ഥാനമാനങ്ങളും എന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സക്സസർ ആയിട്ട് ഒരാൾക്ക് ഏൽപ്പിക്കണമെങ്കിൽ പുള്ളീനെ പോലത്തെ ഒരാളെടുത്ത് കൊണ്ട് നിർത്തണം എന്ന് തോന്നിക്കാണും PKR. ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഫാസിൽ ചെയ്ത ക്യാരക്ടർ അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള മെയിൻ കാരണം ലൂസിഫറിൽ. അതേ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ എമ്പുരാനും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. കാരണം ഈ 36 ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ട് റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റീഫനെയും ഈ ഖുറൈഷി എബ്രഹാമിനെ കുറിച്ചും അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയോ എന്നുള്ളതും കൂടെ എമ്പുരാനിലൂടെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫറിൽ നമ്മൾ ലാസ്റ്റ് മാത്രമേ ഖുറൈഷിനെ കാണുന്നുള്ളൂ. അതിൽ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം പച്ചിക്കൊക്കെ സ്തുതി കൊടുക്കുന്നത്. അതേസമയം ഇതിൽ ട്രെയിലർ വന്നപ്പോൾ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള ഇതിലാണ് സ്തുതി കൊടുക്കുന്നത്. നമ്മൾ നോർമലി കണ്ട കോൺസെപ്റ്റ് വെച്ചിട്ട് ബ്ലാക്കിലോട്ട് വന്നു കഴിയുമ്പോൾ അതൊരു ബ്രഹവും ഖുറൈഷി ബ്രഹവും വൈറ്റിലെ ഒരു സ്റ്റീഫൻ നെടുമുള്ളിയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സംശയം, ഇനിയിപ്പോ പാച്ചിക്കൊക്കെ ഖുറൈഷി എബ്രഹാമിനെ അറിയോ, ഇനിയിപ്പോ സ്റ്റീഫനെ ഖുറൈഷിയിലോട്ട് മാറാൻ സഹായിച്ചത് അല്ലെങ്കിൽ ആ ഒരു കഥയുടെ പിന്നിൽ പാച്ചിക്കൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് കൂടി നമ്മള് അറിയേണ്ട ഒരു വാസ്തവം തന്നെയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കൂടിയാണ്. ലോ സിനിമയിൽ ഏറ്റവും മികച്ച ഹീറോസ് ഒക്കെ ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മോശം വശം ഉണ്ടാവും, നല്ല വശം ഉണ്ടാവും. ഇപ്പൊ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമ്മളെ ഒരു ഫോക്ക് ലോർ തന്നെ എടുത്ത് നോക്കിയാൽ പുള്ളി ചെയ്യുന്നത് മോശമാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ആ മോശം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു ബാറ്റ്മാന്റെ ക്യാരക്ടർ പോലെ അതേപോലെ നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു ക്യാരക്ടറാണ് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമുള്ളി. അതിനൊരു ഉദാഹരണം തന്നെ ആയിരിക്കണം ആ സീൻ. ലൂസിഫറിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തമ്മിലാണെന്ന് പറയുന്നുണ്ട്. അതും ഇതേപോലെ ഒരു ഗ്രേ ഷെയ്ഡിന്റെ ഒരു പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ ഡയലോഗുകൾ ഇപ്പൊ എമ്പുരാനിലാണെങ്കിലും ലൂസിഫറിലാണെങ്കിലും ഓരോ ഡയലോഗുകൾക്കും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് ഓരോരുത്തരുടെ ഡയലോഗിനും. ലാലേട്ടന്റെ ആണെങ്കിലും പച്ചക്കറി തീർച്ചയായിട്ടും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് റൈറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ പ്രേക്ഷകരിലോട്ട് എത്തിക്കാനും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഓരോ തവണ കാണുമ്പോഴും ഓരോ തവണ കേൾക്കുമ്പോഴും നമുക്ക് കൂടുതൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ആ ഹൈഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും വീട്ടിലുള്ള ദിവസങ്ങൾ മാത്രം, ഒരു 6 ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതും കാത്തിരുന്ന് കാണാം.